ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ബാനർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് നോക്കിയിരുന്നു. ആ ഒരു ബാനറിനെ എങ്ങനെയാണ് ഒരു ആനിമേറ്റഡ് ബാനർ ആക്കുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു മുൻപ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ ബാനർ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാനറിൽ എങ്ങനെയാണ് ആനിമേഷൻ കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ടൈം ലൈൻ ഓപ്പൺ ചെയ്യണം. ഇവിടെ ഈ ഒരു വിൻഡോയിൽ പോയി നമുക്ക് ടൈം ലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ടൈം ലൈൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ക്രിയേറ്റ് വീഡിയോ ടൈം ലൈൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ടൈം ലൈൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ലേഔട്ടിനകത്ത് ഒരുമിച്ച് ആനിമേഷൻ കൊടുക്കേണ്ട എല്ലാ ഒബ്ജക്റ്റുകളും നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പാക്കി മാറ്റിയതിന് ശേഷം ഒരു സ്മാർട്ട് ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഇവിടെ ഈ ഒരു ഷേപ്പും ഈ ഒരു ടെക്സ്റ്റും കൂടി ഒരുമിച്ചാണ് ഈ ബാനറിൽ അപ്പിയർ ആവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിനെയും ഈ ഒരു ഡീറ്റെയിലിനെയും കൂടി ഒരുമിച്ചൊരു ഗ്രൂപ്പാക്കി മാറ്റി ഒരു സ്മാർട്ട് ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഷേപ്പിന് ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനെ കൂടി സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏറ്റവും താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രൂപ്പ് ഐക്കൺ കാണാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ Ctrl+G പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ Ctrl+G പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് 1 എന്നും പറഞ്ഞിട്ട് ഈ ഒരു ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്കിവിടെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിലിനകത്ത് പൊസിഷനും കാര്യങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ഗ്രൂപ്പുകളെയും സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ഇവിടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അതുപോലെ അടുത്തായിട്ട് എനിക്ക് ഈ ഒരു ഡീറ്റെയിലിനെ ഷേപ്പിനെയും കൂടി സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഡീറ്റെയിലിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിനെ കൂടി സെലക്ട് ചെയ്യാം. ഇനി ഞാൻ Ctrl+G പ്രസ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ ഡീറ്റെയിലിനെയും ഇവിടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് അപ്പിയർ ആവേണ്ട എല്ലാ ഡീറ്റെയിലുകളെയും ഒരുമിച്ചൊരു ഗ്രൂപ്പാക്കി മാറ്റിയതിന് ശേഷം സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ആനിമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ലെയർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ടൈം ലൈൻ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പൊസിഷൻ കാണാവുന്നതാണ്. നമ്മളിവിടെ പൊസിഷനാണ് കൊടുക്കുന്നത്. ഈ ഒരു ഹാൻഡിൽ ഞാൻ അല്പം ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു പൊസിഷനിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു ടൈം ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്ക് ഈ ഒരു ഹാൻഡിലിനെ മൂവ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ അടുത്തൊരു പോയിന്റ് ആഡ് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ താഴേക്ക് നീക്കി വെക്കാം. ഇവിടെ ഞാനിതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ലേഔട്ടിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കൊണ്ടുവരാം. അതായത് ഇവിടെ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പുറത്തുനിന്ന് ഈ ഒരു ലേഔട്ടിനകത്തേക്കാണ് വരുന്നത്. നമുക്കിവിടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ആനിമേഷൻ്റെ സ്പീഡ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഒരു പോയിന്റ് നമുക്ക് മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു ഫസ്റ്റത്തെ ഡീറ്റെയിൽ നമുക്ക് ആനിമേഷൻ കൊടുക്കാം. ഈ ഒരു ഡീറ്റെയിലിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഡീറ്റെയിൽ താഴത്തെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്ന ഉടനെ തന്നെ ഈ ഒരു ബാനറിനകത്തേക്ക് അപ്പിയർ ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം. ഇതൊരു ടെക്സ്റ്റ് ലെയർ ആയതുകൊണ്ട് നമുക്കിവിടെ പൊസിഷൻ കാണാൻ കഴിയില്ല. അതിന് പകരമായിട്ട് നമുക്ക് ട്രാൻസ്ഫോം യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹാൻഡിലെ നമുക്ക് ടൈം ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്ക് കുറച്ചുകൂടി നീക്കിയതിന് ശേഷം ഈ ഒരു ഡീറ്റെയിലിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഡോക്യുമെൻറ്റിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്ന ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ അകത്തേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പോയിന്റിനെ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിനെ അല്പം ബാക്കോട്ട് നീക്കി വെക്കാം. അല്പം കൂടി നീക്കി വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു സെക്കൻഡ് ലൈനും ഈ ഒരു ടൈമിങ്ങിൽ തന്നെ ഈ ഒരു ബാനറിനകത്തേക്ക് അപ്പിയർ ആവുന്ന രീതിയിൽ നമുക്ക് ആനിമേഷൻ കൊടുക്കാം. ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ആ ഒരു ഫസ്റ്റത്തെ ലൈനിൻ്റെ ബിഗിനിങ് പോയിന്റിൽ തന്നെ നമുക്കിവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഡീറ്റെയിലിനെ ഡോക്യുമെൻറ്റിൻ്റെ പുറത്തേക്ക് മൂവ് ചെയ്ത് വെക്കാം.
ഇവിടെ ഇപ്പോൾ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനെ റൈറ്റ് സൈഡിൽ പുറത്തേക്ക് നീക്കി വെക്കാം. നമുക്ക് വീണ്ടും ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഇതിനും ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു ലോഗോയ്ക്ക് ആനിമേഷൻ കൊടുക്കാം. ലോഗോയിൻ്റെ ലെയർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് വന്ന ഉടനെ തന്നെ ഈ ഒരു ലോഗോ ഇവിടെ അപ്പിയർ ആവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ലോഗോയുടെ ഒപ്പാസിറ്റിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ലോഗോ ഇവിടെ അപ്പിയർ ആവുന്ന സമയത്ത് 0% നിന്ന് 100% ഒപ്പാസിറ്റിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു ഒപ്പാസിറ്റിയിൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ബിഗിനിങ്ങിൽ മറ്റൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ ഒപ്പാസിറ്റി 0% ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ഒപ്പാസിറ്റി വന്നതിന് ശേഷം ഞാൻ ഇവിടുന്ന് 0% ആക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പോയിന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലോഗോയ്ക്ക് ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഡീറ്റെയിലിന് ആനിമേഷൻ കൊടുക്കാം. ഇതിൻ്റെ ലെയർ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ട്രാൻസ്ഫോമിൽ നമുക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനെ റൈറ്റ് സൈഡിലേക്ക് ഡോക്യുമെൻ്റ് പുറത്തേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ ഇതിനെ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതേ ഒരു ടൈമിങ്ങിൽ തന്നെ നമുക്ക് ഈ ഒരു 40% ഓഫിന് അപ്പിയർ ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു ഡീറ്റെയിലിനെ മുമ്പ് ചെയ്തപോലെ ഒപ്പാസിറ്റിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സൈസ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ രണ്ടിലും ഓരോ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റ് അതേ ഒരു മെഷർമെൻറ്റിൽ തന്നെ ഇവിടെ വീണ്ടും പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ട്രാൻസ്ഫോമിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും റെഡ്യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒപ്പാസിറ്റി കൂടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടുന്ന് ഞാൻ 0 ഒപ്പാസിറ്റിയാണ് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഡീറ്റെയിലും ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു കോൺടാക്റ്റ് ഡീറ്റെയിലും അതുപോലെ ഓർഡർ നൗ എന്നുള്ള ഈ ഒരു ബട്ടൺ കൂടി വരുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു കോൺടാക്റ്റ് ഡീറ്റെയിലിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്ഫോമിൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഒരു ഹാൻഡിൽ അല്പം കൂടി ബാക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനെ പുറത്തേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഒരു ടൈമിൽ തന്നെ ഈ ഒരു ബട്ടണും കൂടി ആനിമേഷൻ കൊടുക്കാം. ഇവിടെ ഞാൻ ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു കോൺടാക്റ്റ് ഡീറ്റെയിലിൻ്റെ ബിഗിനിങ് പോയിന്റ് അതേ പൊസിഷനിൽ ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ ഞാൻ ഈ ഒരു ഡീറ്റെയിലിനെ ഡോക്യുമെൻ്റ് പുറത്തേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ലെയറിനും ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ലോ ആയിട്ടാണ് വീഡിയോ പ്ലേ ആവുന്നത്. എന്നാലും നമ്മളിത് വീഡിയോ ഫോർമാറ്റിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് പ്ലേ ആവുന്നതാണ്. അതിൽ നമുക്ക് ഈ ഒരു ടൈം ലൈനെ ഫുള്ളായിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതിൻ്റെ ആ ഒരു ടൈം ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു വീഡിയോയിൽ ഇത്രയും പോർഷനാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടൈം ലൈൻ്റെ ലെങ്ത്ത് ഇവിടെ കുറയ്ക്കുന്നുണ്ട്. ഇനി ഇത്രയും ആ ഒരു ടൈം ലൈൻ അകത്തുള്ള ഡീറ്റെയിൽ ആയിരിക്കും ഇവിടെ എക്സ്പോർട്ട് ആവുക. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫയലിൽ പോകാം. ഇവിടുന്ന് ഞാൻ എക്സ്പോർട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിൽ വന്നതിന് ശേഷം നമുക്ക് റെൻഡർ വീഡിയോ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി തന്നെ ഡോക്യുമെൻ്റ് നെയിമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോർമാറ്റിൽ നമുക്ക് H.264 ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് MP4 ഒരു വീഡിയോ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫയൽ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടുന്ന് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സെലക്ട് ഫോൾഡർ കൊടുക്കാം. ഇപ്പം സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെൻഡർ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ലേഔട്ട് വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.